പിതാവിൻ്റെ മക്കൾ അവൻ്റെ ഇഷ്ടം ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. വീണ്ടും ജന്മം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്താൽ, കെടാത്ത് നിലനിൽക്കുന്ന ദൈവവചനത്താൽ നമ്മുടെ അകത്ത് ഒരു ദൈവ പൈതൽ ഉരുവാക്കുകയാണ് ചെയ്യുന്നത്. ആ ദൈവ പൈതൽ വളർന്നു വരുമ്പോൾ ആ സ്വർഗീയ പിതാവിൻ്റെ സ്വഭാവം ഉണ്ടാകും. പാപത്താൽ മലിനമാക്കപ്പെട്ട ജഡത്തിലുള്ളത് പിശാചിൻ്റെ സ്വഭാവമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി അറിയാം. എന്നിലെന്ന് വെച്ചാൽ ഒരു നന്മയും വസിക്കുന്നില്ല, എൻ്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല എന്ന് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞത്. എന്നാൽ തൻ്റെ ജീവിതത്തിൽ വീണ്ടും ജന്മം ഉണ്ടായി, ഒരു എൻകൗണ്ടർ ഉണ്ടായി. അതിനുശേഷം തൻ്റെ ജീവിതത്തിൽ സമൂലമായ മാറ്റമുണ്ടായി. അവസാനം പൗലോസ് പറയുന്നതാണ്, ഞാൻ നല്ല ഓട്ടം ഓടി, ഓർപ്പൊരുതി, വിശ്വാസം കാത്ത്, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല അതിനായി പ്രേമിച്ച് കാത്തിരിക്കുന്ന ഏവർക്കും തന്നെ. അപ്പോൾ ഇത്തരത്തിൽ മാറ്റം വരുന്ന ഒരളവിലേക്ക് നമ്മളെയും മാറ്റുക, രൂപാന്തരപ്പെടുത്തുക, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുക, നിത്യനായ ദൈവത്തോടു കൂടെ നിത്യത മുഴുവൻ വസിക്കുക, ഈ ഒരു അളവിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവുള്ള വ്യക്തികൾക്ക് മാത്രമേ ഓരോ ദിവസവും ദൈവവചനം അനുസരിച്ച് വിശുദ്ധിയിലും വേർപാടും ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുകയും. നമുക്ക് പറയാം, എൻ്റെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ എനിക്കും സൽഗുണപൂർണത പ്രാപിക്കണം. പ്രാർത്ഥിക്കാം. കർത്താവ് സ്വർഗീയ പിതാവേ, അളവറ്റ കൃപയും കരുണയും സ്നേഹം ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, ആ സ്വർഗീയ പിതാവിൻ്റെ സൽഗുണപൂർണതയിലേക്ക് ഞങ്ങളെയും എന്നെയും വഴി നടത്തണം കർത്താവേ. ദൈവത്തിൻ്റെ ആത്മാവിന് അളവ് കൂടാതെ പകരുന്നല്ലോ, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്നല്ലോ, ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നല്ലോ. ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരുമെന്ന് അരുൾ ചെയ്ത കർത്താവേ, അങ്ങയുടെ ആഗ്രഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെ അങ്ങ് നടത്തണം. ഭവനങ്ങൾ സ്വർഗീയ ഭവനങ്ങളായി തീരണം, വ്യക്തികൾ യേശുവിനെ പോലെ ആയിത്തീരണം. ഞങ്ങളുടെ വാക്കുളുപ്പിനാൽ രുചിരുത്തും കൃപയോട് കൂടിയതായിരിക്കണം. ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ സ്വർഗീയമായിരിക്കണം. കൂട്ടുകെട്ടുകളെ വിശുദ്ധീകരിക്കണം. ദൈവ വചനപ്രകാരം ജീവിക്കുവാൻ കർത്താവ് സഹായിക്കണം. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. ആവശ്യങ്ങളിൽ കരം കൂടിയിരിക്കണമേ. ദുഷ്ടൻ്റെ ഇലപ്പെടാതെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ ആളവറ്റ കൃപ കൊണ്ട് ഞങ്ങൾ എല്ലാവരെയും നിറയ്ക്കണം കർത്താവ്. കർത്താവ് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.